ഹലോ, ഇന്ന് പിള്ളേരോണമാണ്. അപ്പോൾ നമ്മൾ രാവിലെ വാഴയിലയും പിന്നെ കുറച്ച് പൂക്കളും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. നൈനൂട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ ഇന്നലെ പോയി കാത് കുത്തിയിട്ടുണ്ടായിരുന്നു നൈനൂട്ടിക്ക്. ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്നലെ തിരിച്ചു വരുമ്പോഴത്തേനൊരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു രാത്രിയിൽ. അതുകൊണ്ട് ആ സമയത്ത് അങ്ങ് കയറി കിടന്ന് ഉറങ്ങി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ കാര്യം എന്താകുമെന്ന്. കാരണം കരച്ചിലായിരിക്കുമോ ഒന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ആള് കൂളായിരുന്നു. രാവിലെ കറങ്ങാൻ കൊണ്ടുപോയി എൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ വാഴയില വാങ്ങിക്കാനാണ് പോയത്. ഇവിടെ അടുത്തൊരു കടയുണ്ട്. ഒരു വാഴയിലേക്ക് 5 രൂപ വെച്ചിട്ട് ഇവർ എടുക്കുന്നത്. വാഴയില വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞ് ഇല ചോദിക്കും അവരോട്, തരാമെന്ന് പറഞ്ഞു. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. 2 കുഞ്ഞില നമുക്ക് അവർ തന്നു ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൂ വാങ്ങിക്കാനാണ്. നൈനൂട്ടിയുടെ ആദ്യത്തെ പിള്ളേരോണം അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു പൂക്കളം ഇടാവുന്നു. പിന്നെ നൈനൂട്ടിക്ക് തലയിൽ വെക്കാൻ കുറച്ച് മുല്ലപ്പൂവും കൂടെ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് നൈനൂട്ടിക്ക് ഞാൻ പരിപ്പ് കറി റെഡിയാക്കുവാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വന്നിട്ട് അത്തപ്പൂക്കൾ ഇടുവാണ്. നൈനൂട്ടി സോഫയിലിരുന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പൂക്കളെടുത്ത് ഇങ്ങനെ പെറുക്കി പെറുക്കി വെക്കുന്നു, അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ അത്തപ്പൂക്കളം. നല്ലപോലെ ഇടാൻ നമുക്ക് അത്തം തൊട്ട് നമുക്ക് ഇടാം. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് നൈനൂട്ടിക്ക് ഭയങ്കര വാശിയായിരുന്നു വന്നിട്ട് പൂക്കളിട്ട് കളിക്കാനായിട്ട്. പക്ഷെ ആശിൻ്റെ കയ്യിലിരുന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. സോ നമ്മൾ അത്തപ്പൂക്കളം ഇട്ടു. രാവിലെ പിള്ളേരോണോ അല്ലേ, അപ്പൊ നമ്മൾ ചുമ്മാതെ. പിന്നെ നൈനു ഒരുങ്ങി. നമ്മള് സദ്യ ഒന്നും ഇല്ല, പരിപ്പും പപ്പടവും നെയ്യും അങ്ങനെ വെച്ചിട്ട് നൈനുവിന് ഉപ്പും ഇതൊന്നും ഇല്ലാതെ കൊടുക്കുന്നു. പിന്നെ അപ്പുറത്തെ കുട്ടീനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്റെ അത്തപ്പൂക്കളം അപ്പുറത്തെ കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉറക്കവാ. ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതും വരും. നമ്മൾ അതിന് മുന്നേ നൈനുവിന് നമ്മൾ സദ്യ കൊടുക്കും. വിളക്ക് വെക്കുന്നുണ്ട്. വിളക്കിന്റെ അവിടെ നമ്മൾ ആദ്യം വിളമ്പുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈനുവിന് കൊടുക്കും. ഓക്കെ, അപ്പൊ അതിലോട്ട് കിടക്കാം. ഓക്കെ, അവിടെ എടുത്തോട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കൊച്ചി കഴിച്ചോ. കൊച്ചി
കൊച്ചിനോട് പറഞ്ഞ പണി ചെറുതായിട്ട് മാറിപ്പോയി എന്നാ തോന്നുന്നു. ചാണകം വരികയാണ്. നയനം അച്ഛൻ വിളിക്കുന്നു. ഇപ്പൊ കഴിക്കുന്നു. ഇപ്പഴാ കഴിക്കുന്നേ അവള്. ഇപ്പഴാ മനസ്സിലായ ചോറാണ്.